വെള്ളാപ്പള്ളി നടേശൻ SNDPയെ BJP പാളയത്തിലെത്തിക്കുമെന്ന് ചിലർ, SNDP സ്വന്തം പാർട്ടി ഉണ്ടാക്കുമെന്ന് മറ്റു ചിലർ. കീശയിൽ വല്ലതും തടയാതെ നടേശഗുരു എന്തിനെങ്കിലും തുനിയുമെന്ന് കരുതാൻ വയ്യ. രണ്ടായാലും BJP പ്രതീക്ഷയിലാണ്. അത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, നിഴലിന് വേണ്ടി യുദ്ധം ചെയ്യല്ലേ, SNDP യോഗത്തിന് പാർട്ടി ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമേ ഇല്ല 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 എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കിച്ചേ തീരുള്ളൂ, അടിച്ച് BJPയുടെ പാളയത്ത് കയറ്റിയേ തീരുള്ളൂ എന്ന് ചെറുതൊക്കെ തോന്നിയത് ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ ഈ അഗ്നിപ്രളയം കണ്ടു വരുമ്പോൾ പാമ്പും തവളയും എല്ലാം ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ അവർ ഒരു മാളത്തിൽ ചിലപ്പോൾ കയറിയെന്ന് വരികയല്ലേ. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. SNDP അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിനെ സർവാത്മന സ്വാഗതം ചെയ്യും. അവർ കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിലകൊള്ളും എന്നുള്ള വിശ്വാസവും ഞങ്ങൾ. അത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞ്. അല്ല, SNDP ആണല്ലോ അമിത്ഷാജിയെ കാണണമെന്ന് താല്പര്യപ്പെട്ടത്. ഞങ്ങൾ SNDPയുടെ നേതാക്കന്മാരെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി കാണിക്കുകയല്ല ചെയ്തത്. SNDPയുടെ നേതാക്കന്മാർ അമിത്ഷാജിയെ കാണണം എന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അതിന് അനുകൂലമായിട്ട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം നിലപാടെടുത്തു. ഇലവുമരം കാത്ത കിളിയെ പോലായി. മരത്തിൽ കായുണ്ടായപ്പോ അത് മൂത്തു പഴമാകുമെന്ന് കരുതി. കായ് മൂത്തപ്പോ അത് പൊട്ടി പഞ്ഞി പറന്നു പോയി. എല്ലാം നാം അറിയുകയാണ്. ജനന മരണങ്ങൾക്കിടയിൽ നാം അറിയുന്നവരെല്ലാം നമ്മുടെ ഭാഗമാണ്. അവരെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അകറ്റി നിർത്തുന്നത് നമ്മെ ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണ്. ഈ ഉപദേശം വെള്ളാപ്പള്ളിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. SNDPയുടെ രാഷ്ട്രീയ നിലപാടുകൾ സംബന്ധിച്ച വിവാദം പലപ്പോഴും തുടങ്ങിവെക്കുന്നത് വെള്ളാപ്പള്ളി തന്നെയാണ്. പിന്നെ തരം പോലെ അത് മറ്റു പലരുടെയും ചുമലുകളിൽ ചാരും. ഇനിയും ഇക്കാര്യത്തിൽ പലതും പ്രതീക്ഷിക്കാം. ഡെമോക്രസി വീണ്ടും അടുത്ത ദിവസം.